അങ്ങനെ എവിക്ഷൻ പ്രക്രിയ നടക്കുകയാണ്. ഇപ്രാവശ്യത്തെ എവിക്ഷനിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസുകളെല്ലാം പുലിക്കളി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ലാലേട്ടൻ പുതിയ എവിക്ഷനുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എവിക്ഷനിലുള്ളത് ഒനീലുണ്ട്, അനീഷ്, പിന്നെ ആരാ, അപ്പാനി ശരത്തുണ്ട്, അഭിലാഷുണ്ട്, നൂറ, പിന്നെ ബിന്നി. അപ്പോൾ ഇത്രയും പേരാണ് എവിക്ഷനിലുള്ളത്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു പുലിയുടെ മാസ്ക് വെച്ച് കൊടുത്തിട്ട് ഇവർ പുലിക്കളി കളിക്കുകയാണ്. അപ്പോൾ ഇവർ പിടിക്കാനായിട്ടൊരു വേട്ടക്കാരനുമുണ്ട്. അവരും നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ പുലിക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊട്ടും മേളമൊക്കെ ആയിട്ട്. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ഇവരുടെ പുലിക്കളി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം സങ്കടത്തോടെയാണ് എല്ലാവരും നോക്കുന്നത്. കാരണം ഇതിൽ എവിക്റ്റ് ആവുന്ന ആളെ ആ വേട്ടക്കാരൻ കൊണ്ടുപോകും. അപ്പോൾ അതെല്ലാം അറിയാം. കാരണം വേണ്ടപ്പെട്ടവരാണ് ഈ എവിക്ഷൻ പ്രക്രിയയിലുള്ളത്. അക്ബറിൻ്റെയൊക്കെ ചങ്കാണ് നമ്മുടെ അപ്പാനി ശരത്ത് ഇതിലുള്ളത്. പിന്നെ ആദിലയുടെ ചങ്ക് നമ്മുടെ നൂറ ഉണ്ട് ഇതിൽ. അപ്പോൾ നല്ല ടെൻഷനിലാണ് എല്ലാവരും ഈ പുലിക്കളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല കൊട്ടും മേളം എൻജോയ് ചെയ്താണ് എവിക്ഷനിലുള്ള എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുറമേ നിൽക്കുന്നവർക്കെല്ലാം നല്ല ടെൻഷനാണ് കേട്ടോ. അപ്പാനി ശരത്തൊക്കെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റെപ്പൊക്കെ ഇട്ട്. അപ്പോൾ നമ്മുടെ അക്ബർ, ആര്യൻ, ജിസേൽ ടീംസൊക്കെ വളരെ മുഖമൊക്കെ പൊത്തിയാണ് നിൽക്കുന്നത്. കാരണം അവരിത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. ആര്യനൊക്കെ 2 കൈയും പൊത്തിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ അപ്പാനി ശരത്തിനെ നമ്മുടെ വേട്ടക്കാരൻ പിടിച്ചുകൊണ്ട് പോവാണ്. ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ അത്, അപ്പാനീനെ കൊണ്ടുപോകുന്നത്. ഈവൻ നമ്മൾ അപ്പാനി പോകണം എന്നൊക്കെ വിചാരിച്ചാലും ഇത്ര പെട്ടെന്ന് അപ്പാനിയെ കൊണ്ടുപോയപ്പോൾ ഒരു വിഷമമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അപ്പാനി യൂസ് ചെയ്ത ചില വാക്കുകളായിരിക്കണം ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പാനി ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം വളരെ സ്ട്രോങ് ആയിട്ട് ഗെയിമിന് ഗെയിമായിട്ട് കാണുന്ന ഒരു അടിപൊളി കണ്ടസ്റ്റൻ്റാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. അക്ബർ മുഖം പൊത്തി വെച്ച് ഷോക്കിംഗ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നൂറ, എല്ലാവരും ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും മുഖം പൊത്തിയാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു എവിക്ഷൻ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഈവൻ അവിടെ അപ്പാനിയെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ചിലരെങ്കിലും പ്രതീക്ഷിച്ച് കാണും. പക്ഷേ അപ്പാനിയെ ഇതുവരെ ആരും എവിക്ഷനിൽ പോകുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഹൗസിലെ കണ്ടസ്റ്റൻസിനെല്ലാം ഇത്രയധികം ഷോക്ക്. ഒനീലിനൊക്കെ വളരെയധികം സങ്കടമായിട്ട് ഒനീൽ നടക്കുന്നുണ്ട് ഹൗസിനുള്ളിലോട്ട്. ബിന്നി, എല്ലാവരും ഷോക്കടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അക്ബർ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അക്ബർ വീണ്ടും നോക്കി തന്നെ നിൽക്കുകയാണ് പുറത്തോട്ട്. തീർച്ചയായിട്ടും അപ്പാനി ശരത്തും ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നറിയാം. കാരണം അനുമോളും അതെ, എല്ലാവരും അനുമോളൊക്കെ ആയിട്ട് നല്ല ഫൈറ്റ് ഉണ്ടെങ്കിലും അപ്പാനി പോയപ്പോൾ നല്ല സങ്കടമുണ്ട് അനുമോൾക്ക്. അനുമോളും കരഞ്ഞുകൊണ്ടാണ് വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വേറൊരു കണ്ടസ്റ്റൻ്റ് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതായത് കൈ കൊട്ടി താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു പ്രേക്ഷകരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മസ്താനി ഓടിച്ചാടി നടക്കുന്നുണ്ട്. അതായത് അപ്പാനി പോയതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് മസ്താനിയാണ്. മസ്താനിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല, ഓടി നടന്ന് ക്യാമറയിലൊക്കെ നോക്കി താങ്ക് യു പറയാണ് അപ്പാനിയെ പറഞ്ഞു വിട്ടതിന്. കാരണം കഴിഞ്ഞ ഡേയിൽ നടന്നൊരു വഴക്കായിരിക്കണം അതിന് കാരണം. അപ്പാനി നമ്മുടെ മസ്താനിയെ ഒരു ആവശ്യമില്ലാത്ത ഒരു വേർഡ് യൂസ് ചെയ്തു എന്നാണ് മസ്താനി പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദിലെ നൂറൊക്കെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ചൈത്യ, അക്ബർ, എല്ലാവരും വളരെ ഷോക്കിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. ആരും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു എവിക്ഷൻ. എന്തായാലും ഒരാളെ എവിക്റ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ പ്രേക്ഷക വിധി അനുസരിച്ച് അപ്പാനി ശരത്തായിരിക്കണം ഇപ്രാവശ്യം നമ്മുടെ ഹൗസിൽ നിന്ന് പോകുന്നത്. ഒനീലൊക്കെ പിന്നെയും ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഒനീലൊക്കെ പോകുമെന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു, പ്രിഡിക്റ്റ് ചെയ്യാമായിരുന്നു.
പക്ഷേ അപ്പാനിയുടെ കാര്യം അങ്ങനെയല്ല. നമ്മുടെ ആക്ടിവിറ്റി റൂമിൽ ഇരുന്ന് ഷാനവാസും റെനയും വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. കാരണം റെനയുടെയൊക്കെ ബെസ്റ്റ് ചങ്ക് ഫ്രണ്ടാണ് നമ്മുടെ അപ്പാനി. മസ്താനി വളരെ സന്തോഷവതിയാണ് ഈ ഒരു ന്യൂസ് കേട്ടതിൽ. മസ്താനി താങ്ക്സ് പറയുന്നുണ്ട്. എന്തായാലും കണ്ടസ്റ്റൻസ് യൂസ് ചെയ്യുന്ന വാക്കുകളും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും അനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത്. ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ എവിക്ഷൻ നടക്കുന്നത്. എന്തായാലും വൈൽഡ് കാർഡ്സ് കയറിയ പിന്നെ ഇവിടെ ചിലതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടും കൽപ്പിച്ചാണല്ലോ വൈൽഡ് കാർഡ്സൊക്കെ നമ്മുടെ ഹൗസിനുള്ളിലോട്ട് കയറിയിരിക്കുന്നത്. അക്ബറിൻ്റെ സങ്കടം മാറ്റാനായിട്ട് ആരെക്കൊണ്ടും പറ്റുന്നില്ല. നമ്മുടെ ആദിലയും അഭിലാഷൊക്കെ നോക്കുന്നുണ്ട്. ബിന്നി മസ്താനിക്ക് നല്ലത് കൊടുക്കുന്നുണ്ട്. കാരണം എന്തായാലും ഇന്ന് അപ്പാനി പോയി, ഇനി അടുത്തത് നിനക്ക് പോവാം എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. കാരണം മസ്താനി കാണിക്കുന്ന ഹാപ്പിനെസ് ഒന്നും ബിന്നിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് ബിന്നിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ അപ്പാനി ശരത്ത്. അപ്പോൾ എന്തായാലും മസ്താനി എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ലാലേട്ടൻ്റെ അടുത്തോട്ട് അപ്പാനി ശരത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അപ്പാനി ശരത്ത് ലാലേട്ടനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. വീട്ടുകാരെ കാണണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അപ്പാനി ശരത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പാനി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്തിട്ടാണ് ലാലേട്ടൻ അവിടെ നിൽക്കുന്നത്. ഇത്രയും നാളും ഞാൻ നിന്നത്. പിന്നെ എന്താണെന്ന് അറിയില്ല, കുറച്ച് നാളും കൂടി എനിക്ക് ഹൗസിൽ നിൽക്കണം എന്നുണ്ടായിരുന്നു. അത് ആത്മാർത്ഥമായിട്ട് അപ്പാനി ശരത്ത് പറഞ്ഞതാണ് കേട്ടോ. കാരണം അപ്പാനി ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു എവിക്ഷനിലൂടെ പുറത്തു പോകുമെന്ന്. അപ്പോൾ ലാലേട്ടനും അതൊരു അപ്പാനി പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും പറയുന്നുണ്ട്, പ്രേക്ഷക വിധി ഇതാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഹൗസിനുള്ളിലുള്ള കണ്ടസ്റ്റൻസിനെ കാണാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ലാലേട്ടൻ പറഞ്ഞത് അക്ബറാണ്. അക്ബർ നല്ല വിഷമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അക്ബറിനോട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഹൗസിനുള്ളിൽ എല്ലാവരെയും കാണിക്കുവാണ് ലാലേട്ടൻ. അക്ബർ ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ. കാരണം അക്ബറിന് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, സങ്കടം കൊണ്ട്. എന്തായാലും അക്ബർ അപ്പാനിയെ നോക്കുന്നുണ്ട്. അപ്പാനി വിളിക്കുന്നുണ്ട് അക്ബറേന്ന്. എന്നാലും ഹൗസിലുള്ള എല്ലാവരോടും അപ്പാനി താങ്ക്സും എല്ലാം പറയുന്നുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല എന്നെല്ലാം പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അപ്പാനി എല്ലാം നന്ദി പറയാനായിട്ട് മറന്നിട്ടില്ല. എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ഹൗസിനുള്ളിലേക്ക് സ്ക്രീൻ കാണിച്ചിരിക്കുന്നു. അക്ബർ സംസാരിക്കുന്നില്ല. അക്ബർ നല്ല വിഷമത്തിലാണ് ഇരിക്കുന്നത്. എന്നാലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെല്ലാം അപ്പാനി സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ മസ്താനിയോട് ചോദിക്കുന്നുണ്ട്. അതെന്തായാലും അടിപൊളി ഒരു കാര്യമാണ്. കാരണം മസ്താനി തുള്ളിച്ചാടി ഹാപ്പിയാണ് എന്ന് ക്യാമറയിലൊക്കെ പറയുന്നത് എന്താ കാര്യമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം നടന്നൊരു പ്രശ്നത്തെ തുടർന്ന് എന്നെ വിളിക്കാൻ പാടില്ലാത്തൊരു വേർഡ് നമ്മുടെ അപ്പാനി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പാനി പോകണമെന്ന് പ്രാർത്ഥിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ വളരെയധികം ഹാപ്പിയാണ് ആളെന്നും പറയുന്നുണ്ട്. എന്തായാലും മസ്താനിയുടെ വാക്കുകളും എല്ലാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് ലാലേട്ടൻ പോകാനുള്ള ഒരുക്കത്തിലാണ്. ആര്യനൊക്കെ സങ്കടപ്പെട്ട് അപ്പാനിയും കരഞ്ഞു കേട്ടോ. അപ്പാനിയല്ല, എന്തായാലും ഓരോ വീക്കിലും ഓരോ എവിക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അപ്പാനി ഇറങ്ങുവാണ്. ഇന്നത്തെ എവിക്ഷൻ എന്തായാലും വളരെ സങ്കടമുള്ളൊരു എവിക്ഷനായിരുന്നു.